നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ സ്ഥിതി ചെയ്യുന്ന ആമേട ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ആമേട ക്ഷേത്രത്തിൽ സപ്തമാതൃക്കളെയാണ് പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ബ്രഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, കൗമാരി, ചാമുണ്ഡി എന്നീ 7 മാതാക്കളെയും ഗണപതി, വീരഭദ്രൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്ര മതിൽക്കുള്ളിൽ പടിഞ്ഞാറ് നാഗരാജാവിനെയും കിഴക്ക് നാഗയക്ഷിയെയും വടക്ക് സാമൂതിരി രാജവംശത്തിൽപ്പെട്ട വെട്ടത്ത് നാട്ടിലെ പരദേവതയായ വിഷ്ണുവിനെയും ഉപദേവന്മാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആമേട ക്ഷേത്ര സമുച്ചയം ഇല്ലവും ഇല്ലപ്പറമ്പും ഉൾപ്പെട്ട 10 ഏക്കറോളം വരുന്നു. ബ്രഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, കൗമാരി, ചാമുണ്ഡി എന്നീ ദേവിമാരാണ് സപ്തമാതൃക്കൾ. ദേവി ആദിപരാശക്തിയുടെ വിഭിന്ന രൂപങ്ങളാണ് സപ്തമാതൃക്കൾ. സപ്തമാതൃക്കളോടൊപ്പം വീരഭദ്രനെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആമേട ക്ഷേത്രം. ആമേട ക്ഷേത്രത്തെ സപ്തമാതാ ക്ഷേത്രം എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. കാരണം സപ്തമാതൃക്കളെയാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മീനമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ കൊടി കയറി പൂരം വലിയ വിളക്കും ഉത്രം ആറാട്ടുമായി നടത്തുന്നു. ആയില്യം ദർശനം. പൊതുവെ ആയില്യം നക്ഷത്രം സർപ്പാരാധനയ്ക്ക് പ്രാധാന്യമുള്ളതും എന്നാൽ കന്നി, തുലാം, വൃശ്ചികം, മീനം എന്നീ മാസങ്ങളിലെ ആയില്യത്തിന് സവിശേഷത കൂടുതലുണ്ട്. 10ാം ഉദയവും നാഗപഞ്ചമിയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. കാർത്തിക പൂജ. എല്ലാ കാർത്തിക നാളിലും വിശേഷാൽ ദ്വാദശാക്ഷരി പൂജയും 12,000 പുഷ്പാഞ്ജലിയും പ്രധാന ശ്രീകോവിലിൽ നടത്തുന്നു. വൈഷ്ണവി പ്രധാനമായി കർക്കിടക മാസത്തിൽ 12 ദിവസത്തെ ഭഗവതി സേവയും ചാമുണ്ഡി പ്രധാനമായി മണ്ഡലമാസം മുഴുവൻ ഗുരുതിയും 41ാം ദിവസത്തിൽ 12 പാത്രത്തിൽ വലിയ ഗുരുതിയും നടത്തുന്നു. നാഗദൈവങ്ങൾ ഇരിക്കുന്ന അമ്പലമാണിത്. അതിമനോഹരമായ വേമ്പനാട്ട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടി ആമേട ക്ഷേത്രത്തിനുണ്ട്. മീനമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ കൊടി കയറി പൂരം നക്ഷത്രത്തിൽ വലിയ വിളക്കും ഉത്രം നക്ഷത്രത്തിൽ ആറാട്ടുമായി ഉത്സവം നടത്തുന്നു. ആമേട ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട്. അതിങ്ങനെയാണ്. പരശുരാമൻ കേരളക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വേമ്പനാട്ടു കായലിന്റെ തീരത്ത് ഇപ്പോഴത്തെ ആമേട എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. സൂര്യാസ്തമന സമയത്ത് സന്ധ്യവന്ദനത്തിന് ഇറങ്ങിയ സമയത്ത് കായലിൽ ഒരു ദിവ്യ തേജസ് കണ്ടു. അദ്ദേഹം ആ ദിവ്യ തേജസ് എന്തെന്നറിയാൻ വേണ്ടി കായൽ മധ്യത്തിലേക്ക് ഇറങ്ങി നടന്നു. ആമകളുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സപ്തമാതൃക്കളാണ് ആ ദിവ്യ തേജസ്സിന്റെ ഉറവിടം എന്ന് അദ്ദേഹത്തിന്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. പരശുരാമന് വേണ്ടി ജലം വഴിമാറിയതോടെ ആമകൾക്ക് പിന്നീട് സഞ്ചരിക്കാതായി നിന്നുപോയി. അങ്ങനെ ആമ നിന്നയിടം പിന്നീട് കാലക്രമേണ ആമേടയായി അറിയപ്പെട്ടു. ഇവിടെ മന്ത്ര ഉപദേശത്തോടെ പൂജാവിധികൾ ക്രമപ്പെടുത്തി തലമുറകളായി ആരാധന നടത്തിപ്പോരുന്നു. പരശുരാമനാൽ കൊളുത്തപ്പെട്ട ഒരു ദീപം ഇന്നും ക്ഷേത്ര കോവിലിൽ അണയാതെ നിലനിൽക്കൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതിലെ എണ്ണയാണ് സർവ്വരോഗങ്ങൾക്കും പ്രതിവിധിയായി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന വിളക്കിൽ എണ്ണ.
ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ബ്രാഹ്മി എന്നാൽ ബ്രഹ്മാവിന്റെ ശക്തി എന്നാണ്. ബ്രാഹ്മണി എന്നും അറിയപ്പെടുന്നു. ബ്രഹ്മാവിനെ പോലെ കയ്യിൽ ജപമാലയും കമണ്ഡലവുമുണ്ട്. സരസ്വതി രൂപം. ബ്രഹ്മസ്വരൂപിണിയാണ്. വിശ്വാസികൾ ജ്ഞാനത്തിനായി ആരാധിക്കുന്നു. വൈഷ്ണവി എന്നാൽ മഹാവിഷ്ണുവിന്റെ ശക്തിയാണ്. മഹാലക്ഷ്മി സ്വരൂപം. ശംഖ് ചക്ര ഗതാംഗങ്ങൾ കയ്യിലേന്തിയ സുന്ദര രൂപം. വിഷജന്തുക്കളിൽ നിന്നും മോചനം ലഭിക്കുവാനായി സർവ ഐശ്വര്യത്തിനായി ആരാധിക്കുന്നു. ജമ്മു കാശ്മീർ വൈഷ്ണോദേവി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി. മഹേശ്വരി എന്നാൽ മഹാദേവന്റെ ശക്തി. ത്രിലോചനയായ മഹേശ്വരി കാളപ്പുറത്താണ്. മഹാഗൗരി. ശിവനെ പോലെ പാമ്പുകൾ കൊണ്ടാണ് വളയും മാലയും അണിഞ്ഞിരിക്കുന്നത്. കയ്യിൽ ത്രിശൂലം. ആരാധിച്ചാൽ സർവമംഗളം ഫലം എന്ന് വിശ്വാസം. ഇന്ദ്രാണി എന്നാൽ ഇന്ദ്രസ്വരൂപിണി. ശചി ദേവി. വജ്രമാണ് ഇന്ദ്രാണിയുടെ ആയുധം. അഭയമുദ്ര കാട്ടി ആശീർവദിക്കുന്നു. ദാമ്പത്യ പ്രശ്നങ്ങൾക്കും വൈവാഹിക പ്രശ്നങ്ങൾക്കും ഉത്തമ പങ്കാളിയെ ലഭിക്കാനും വിശ്വാസികൾ ആരാധിക്കുന്നു. വരാഹി എന്നാൽ വരാഹരൂപം ധരിച്ച പരാശക്തിയാണ് വരാഹി. വരാഹ ഭഗവാന്റെ ശക്തി. ഉഗ്രരൂപി. ലളിത പരമേശ്വരിയുടെ സൈന്യാധിപ. ക്ഷിപ്രപ്രസാദി. അഷ്ടലക്ഷ്മി സ്വരൂപിണി. ദാരിദ്ര്യനാശിനി. ഇഷ്ടവരപ്രദായിനി. പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡിനി എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്നു. കൗമാരി എന്നാൽ ഭഗവാൻ മുരുകൻ അഥവാ കുമാരന്റെ ശക്തിയാണ് കൗമാരി അഥവാ കുമാരി. ആൺമയിലിന്റെ കഴുത്തിലേറിയ കൗമാരിയുടെ കയ്യിൽ വേലാണ് ആയുധം. ആരാധിച്ചാൽ രക്തസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം. ചാമുണ്ഡി എന്നാൽ പരാശക്തിയായ കാളി തന്നെയാണ് ചാമുണ്ട അഥവാ ചാമുണ്ടേശ്വരി. കാരുണ്യമൂർത്തി. ചണ്ഡമുണ്ട. രക്തബീജ വധത്തിനായി ചണ്ഡികയുടെ പുരികക്കൊടിയിൽ നിന്നും അവതരിച്ച ഭഗവതി. ആമേട ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.